ഹലോ ഗൈസ്, എന്തൊക്കെയാണ് ശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ടല്ലോ, എല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ആയിട്ടാണ് കേട്ടോ. എൻ്റെ രണ്ട് കയ്യിലും ഒരു ഐറ്റംസ് ഉണ്ട്. അപ്പം ഇത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വെച്ച് വന്നതാണ് കേട്ടോ. ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യണ ആൻറ്റി ടാനിങ് അല്ലെങ്കിൽ ഡീടാനിൻ്റെ ഒരു സ്ക്രബും ഒരു ഫേസ് മാസ്കും ആണ് കേട്ടോ. കുറേ കാലമായിട്ട് ഇവർ രണ്ടുപേരും എൻ്റെ കൂടെ ഉള്ളതാണ്. ഇത് കണ്ടാൽ തന്നെ അറിയായിരിക്കും ഇത് സ്ക്രബ് കഴിയാറായിട്ടുണ്ട്. ഓൾറെഡി ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ മാസ്ക് ഉണ്ടല്ലോ, വൈപ്പ് ഓഫ് മാസ്ക് ആണേ. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഓൾമോസ്റ്റ് ഇത് എംപ്റ്റി ആണ്, കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൽ ബാലൻസ് ഉണ്ട്. അപ്പം എൻ്റെ മുഖത്ത് എൻ്റെ ഫേസിൽ കണ്ടില്ലേ കുറച്ച് ടാനും കാര്യങ്ങളും. ഇത് പിന്നെ ഒരു രക്ഷയില്ല. ഈ പിമ്പിൾ എന്നെ പരമാവധി ദ്രോഹിച്ചിട്ടാണ് ഈ പിമ്പിൾ ഏകദേശം അത് ഉണങ്ങി അതിൻ്റെ ഒരു ഹീലിംഗ് സ്റ്റേജിലാണ് കേട്ടോ. അപ്പം അത് കുഴപ്പമില്ല, നമ്മൾ ബോധർ ചെയ്യേണ്ട, അത് പോയിക്കോളും തന്നെ. നമ്മൾ കൂടുതൽ വേറെ അതിന് ബുദ്ധിമുട്ടിയായിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒന്നിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അത് തന്നെ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. ഇത് ഡോക്ടർ റാഷേലിൻ്റെ ഡീടാൻ ഫേസ് ആൻഡ് ബോഡി സ്ക്രബാണ് കേട്ടോ. ഇത് എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലുള്ളതാണ്, അല്ലാണ്ട് എല്ലാത്തിനും കുറേ റേറ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പെരവൻ ആൻഡ് SLS ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, 100% നാച്ചുറൽ എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് ഇത് മെയ്ഡ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. സ്ക്രബ് നമ്മൾ എപ്പോഴും സ്ക്രബ് ഇടുന്നതിനെക്കാട്ടും മുൻപ് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഞാനിപ്പോൾ ഓൾറെഡി ബോഡി വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇനി ക്ലെൻസർ ഇടാൻ പോണില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമ്മൾ സ്ക്രബാണ് ഇടുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മാസ്ക് ഇടാറ്. സ്ക്രബ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫേസിലുള്ള പിമ്പിൾസ്, ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടായിരിക്കും, വൈറ്റ് ഹെഡ്സ് ഉണ്ടായിരിക്കും, പിന്നെ ഇങ്ങനെ തരിതരീന്നിരിക്കില്ലേ, ആ സംഭവങ്ങളൊക്കെ നന്നായിട്ട് പോയിട്ട് നമ്മുടെ മുഖത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഡീപ്പായിട്ട് പോയിട്ട് ക്ലീൻ ചെയ്തിട്ട് ഫ്രഷ്നെസ് തരും കേട്ടോ സ്ക്രബ് ഇടുമ്പം. അപ്പോൾ അതിന് തന്നെ നമുക്ക് ഈ സ്ക്രബ് ഇടാം. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുണ്ടല്ലോ ഞാൻ വോയിസ് ഓവർ ചെയ്യാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മൈക്കിന് ചാർജ് കഴിഞ്ഞായിരുന്നു, ഞാനത് അറിഞ്ഞില്ല, എഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടത്. അപ്പം ഈ സ്ക്രബ് എന്ന് വെച്ചാൽ ഞാൻ ഫേസിൽ മാത്രമാണ് അപ്ലൈ ചെയ്യണേ. നന്നായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം സർക്കുലർ മോഷനിൽ ഒന്ന് ജെൻറ്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. എപ്പോഴും നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്, സ്ക്രബൊക്കെ ഇടുമ്പോൾ പ്രത്യേകിച്ചും. പിന്നെ ഈ സ്ക്രബിലുണ്ടല്ലോ ഈ തരി എന്നുള്ളൊരു സംഭവം ഉണ്ടാവില്ലേ, അത് നന്നായിട്ട് മുഖത്ത് അത് വെച്ചിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ജെൻറ്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ മസാജ് ചെയ്ത് ആ തരി ഇങ്ങനെ കുറഞ്ഞ് വരും കേട്ടോ, ക്രീം പോലെയാവും. അപ്പം അതാണ് എൻ്റെ കണക്ക്. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് ഒക്കെ നമ്മൾ ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. അപ്പം ഇത് ഞാൻ ഒരു 5 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് വന്നപ്പോഴേക്കും നന്നായിട്ട് എല്ലായിടത്തും ഈവണായിട്ട് അപ്ലൈ ആയിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ കൈ മടക്കി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് കുറച്ചും കൂടി എഫക്റ്റായിട്ട് തോന്നുന്നത്, മസാജ് കൂടുതലായിട്ട് കിട്ടുന്നത് അങ്ങനെയാണ്. അതിനുശേഷം ഞാനത് കഴുകി കളഞ്ഞു കേട്ടോ. കഴുകി കളഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാമായിരിക്കും എൻ്റെ നെറ്റിയിൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കറുപ്പ് പാടും, അതായത് ടാനും, പിന്നെ കവിളിൻ്റെ അവിടെയൊക്കെ നന്നായിട്ടൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് വന്നു, ടാനൊക്കെ നന്നായിട്ട് റിമൂവ് ആയി. നെക്സ്റ്റ് ഞാൻ ഇടുന്നത് ഫേസ് മാസ്ക് ആണ് കേട്ടോ. ഇത് നേച്ചുറൽസിൻ്റെ വൈപ്പ് ഓഫ് മാസ്ക് ആണ്. ഇത് ഓൾമോസ്റ്റ് എംപ്റ്റി ആയി, ഞാൻ നന്നായിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടിയ ഒരു ഐറ്റമാണ് കേട്ടോ. ഇതും നല്ല തിക്ക് കൺസിസ്റ്റൻസി ആണ്. ഇത് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാണ് വേണ്ടത് കേട്ടോ. മാക്സിമം എന്ത് മാസ്ക് ഇട്ടാലും നമ്മളൊരു 20 മിനിറ്റിന് കൂടുതൽ ഫേസിൽ വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് നമ്മുടെ ഫേസിൽ ഉണങ്ങണ വരെ അങ്ങനെ ചെയ്യാം, ഫേസ് ഡ്രൈ ആവണ വരെ. അപ്പോൾ ഞാൻ കഴുത്തിലും കൂടി ഇടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതെന്തായാലും പ്രൊഡക്റ്റ് കഴിഞ്ഞു, ഇനി ഞാൻ ബാലൻസ് വെക്കണില്ല. അപ്പോൾ അതെല്ലാം വൈപ്പ് ചെയ്തെടുത്തിട്ട് ഞാൻ ഫേസിലും നെക്കിലുമായിട്ട് ഇടാണ് കേട്ടോ. ഇത്ര നേരം പറഞ്ഞൊന്നും റെക്കോർഡായില്ലേ? ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് മൈക്കിൻ്റെ ലൈറ്റ് കത്താത്തത് കേട്ടോ. പിന്നെ ഞാനത് ഉണങ്ങണ സമയം കൊണ്ട് മൈക്ക് ചാർജ് ചെയ്തിട്ട് വന്നു. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് ഞാനത് കഴുകി കളഞ്ഞത് കേട്ടോ. കണ്ടോ, ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ 2 ഐറ്റംസും, അതായത് സ്ക്രബും മാസ്കും ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫേസിൽ വന്ന മാറ്റം കണ്ടോ. നല്ലൊരു ബ്രൈറ്റനിങ്ങും വന്നു, നന്നായിട്ട് ടാനൊക്കെ റിമൂവ് ആയി പോയി കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. രണ്ട് പ്രൊഡക്റ്റും ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ടാനൊക്കെ അടിക്കുന്നവരുണ്ടല്ലോ, കൈമയും മുഖത്താണെങ്കിലും ഫേസിലാണെങ്കിലും ടാനൊക്കെ അടിക്കുന്നവർ എന്താണെന്ന് വെച്ചാൽ അത് വെച്ചോണ്ട് നടക്കരുത് കേട്ടോ. അത് വെച്ചോണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കത് റിമൂവ് ചെയ്യണം എന്നുള്ളൊരു സമയം വരില്ലേ, ആ സമയത്ത് അത് റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഇത് വരുന്നത് നമ്മൾ ഒരു 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ പോട്ടെ ഒരു മന്ത്ലി ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇടുകയാണെങ്കിൽ
വന്നത് മൊത്തം കൊണ്ട് പോയിക്കോളും. അതെല്ലാം കൂടുതൽ ടാനാക്കി പിടിപ്പിക്കുകയാണെങ്കിൽ അത് പോകാൻ ബുദ്ധിമുട്ടാവും കേട്ടോ. ഇതിപ്പോൾ ഞാൻ കൈമിടാത്ത എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ഇല്ലാത്ത കാരണമാണ് ഞാൻ കൈമിടാത്തത്. ഇനി ഞാൻ എന്തായാലും റീപർച്ചേസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും കൈമി കാലുമൊക്കെ ഇടും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാലും ഞാൻ ഇതുപോലുള്ള പ്രൊഡക്ട്സും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ബൈ.